Hi students, today we are going to study the subject Sustainable Engineering. Okay, we were discussing Module 3 of Sustainable Engineering. In this session, we are going to study about Environmental Impact Assessment, that is EIA. Environmental Impact Assessment is a process of evaluating the likely environmental impacts of a proposed project or development, taking into account interrelated socio-economic, cultural, and human health impacts, both beneficial and adverse. Environmental impact assessment. Okay, so ഇതിന്റെ നെയിം നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഇസ് സർട്ടൺ കൈൻഡ് ഓഫ് അസസ്മെന്റ്, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ടൂൾ ആവാം, എന്തിനെങ്കിലും അസസ് ചെയ്യാനുള്ള ഒരു ടൂൾ ആവാം. എന്തിനായിരിക്കും ഇത് അസസ് ചെയ്യുന്നത്? ലൈക്ക് എൻവയോൺമെന്റിന്റെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് മൂവ്മെന്റ് അതിന്റെ പ്രോസസ്സ് ചെയ്യുന്നതിനിടയ്ക്ക് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സിനെ പറ്റി, അത് ഗുഡ് ഇമ്പാക്റ്റും ആവാം ബാഡ് ഇമ്പാക്റ്റും ആവാം, അതിനെ പറ്റിയുള്ള ഒരു അസസ്മെന്റ് സ്റ്റഡി ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഓക്കെ, സോ നമ്മൾ അതുകൊണ്ട് സോഷ്യോ എക്കണോമിക് ആയിട്ട് കൾച്ചറൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിന് ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് ആണ് മെയിൻലി EIA ഡീൽ ചെയ്യുന്നത്. സോ UNEP means United Nations Environmental Programs, defines environmental impact assessment as a tool. Okay, so UNEP defines EIA as a tool used to identify the environmental, social, and economic impacts of a project prior to the decision making. Okay, so it is prior to the decision making. It aims to predict environmental impacts at an early stage in project planning and design, find ways and means to reduce adverse impacts, shape projects to suit the local environment, and present the predictions and other decision makers. Okay. UNEP, അതായത് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം, അവരാണ് അവരുടെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് EIA എന്ന് പറയുന്നത് നമ്മളൊരു ഒരു അസസ്മെന്റ് ടൂളാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിന്റെ ഡിസിഷൻ, ആ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യുന്നത്. ഇനി ആ പ്രൊജക്റ്റ് കൊണ്ട് ആ എൻവയോൺമെന്റിനോ എന്തെങ്കിലും സോഷ്യലായിട്ടോ എക്കണോമിക് ആയിട്ടോ എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടോ ഹ്യൂമൻ ഹെൽത്തിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസോ ഇമ്പാക്ട്സ് ഒക്കെ ആണ് നമ്മൾ ഈ EIA കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അത് പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നെയാണ് ഒരു EIA അസസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി EIA അസസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ ഏരിയയിൽ വരുന്നത് കൊണ്ട് അവിടെ എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. Environment Impact Assessment in India is statutorily backed by the Environment Protection Act 1986, which contains various provisions on EIA methodology and process. നമ്മുടെ ഇന്ത്യയിലെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഗോൾസ് ഓഫ് EIA, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഗോൾസിനെ പറ്റിയാണ്. സോ മെയിൻലി ദർ ആർ 4 ഗോൾസ് ഫോർ EIA. ഫസ്റ്റ് വൺ ഈസ് റിസോഴ്സ് കൺസർവേഷൻ, then waste minimization, recovery of byproducts, and energy conservation through efficient equipments, etc. So these are the 4 goals of environmental impact assessment. ഇനി നമ്മൾ പറയുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ്. ഓക്കെ, സോ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് it provides a documentation of the information and estimates derived from the various steps in the EIA process. So, environmental impact assessment എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിന് കുറെ സ്റ്റേജസ് ഉണ്ട്. അതിന്റെ ഓരോ സ്റ്റേജിലും
കിട്ടുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷനെ വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന എസ്റ്റിമേറ്റ്സിന്റെ ഡോക്യുമെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ദിസ് ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ആൻ the information contained in an environmental impact statement provides the decision makers or regulators with valuable information that could ultimately contribute to either the abandonment or the substantial modification of a proposed development action. അതായത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസിഷനിൽ നിന്ന് ഈ ഒരു അസസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഡിസിഷൻ എത്താൻ പറ്റും. എന്താണ് ഇപ്പൊ പറഞ്ഞേക്കുന്ന ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ലതിനാണോ ചീത്തയായിട്ടുള്ള കാര്യമാണോ, നമുക്ക് വേണ്ടാത്ത കാര്യമാണോ, അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണോ എന്നുള്ളത് ആ ഒരു EIS സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, so mainly there are three parts for EIS. First part is methods and key issues. This deals with the statement of methods used and a summary of key issues. Okay, so നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇനി ഇതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഈ പർട്ടിക്കുലർ പ്രൊജക്ട് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ എഴുതുന്നത്. സെക്കൻഡ് പാർട്ട് ബാക്ക്ഗ്രൗണ്ട് ടു ദ പ്രപ്പോസ്ഡ് ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് വെച്ചാൽ അതിന്റെ നീഡ് എന്താണ്, പ്ലാൻസ്, ഓൾട്ടർനേറ്റീവ്സ്, അതിന്റെ ആ പർട്ടിക്കുലർ പ്രൊജക്ടിന്റെ സൈറ്റ് സെലക്ഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സൈറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ, ആ ഒരു EISന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഈ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഓൺ topic areas. Okay, so this part deals with the land use, landscape and visual quality, geology, topography and soils, hydrology and water quality, air quality and climate, terrestrial and aquatic ecology, noise, transport, socio-economic, interrelationship between insects. അതായത് നമ്മൾ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പർട്ടിക്കുലർ ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻവയോൺമെന്റൽ റിസർച്ച് ഏരിയാസ്, അല്ലെങ്കിൽ അത് കൊണ്ടുണ്ടാകുന്ന അതിന്റെ ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്താണ്, അവിടുത്തെ ജിയോളജി എങ്ങനെയാണ്, ടോപ്പോഗ്രഫി, അവിടുത്തെ വെള്ളത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള അത് ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ ക്ലൈമറ്റ്, കറണ്ട് ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇത് വന്നതിന് ശേഷമുള്ള ക്ലൈമറ്റ് ചേഞ്ച് എന്തൊക്കെ ആവാം, അതുപോലെ അതിന്റെ ടെറസ്ട്രിയൽ കാര്യങ്ങൾ, അക്വാട്ടിക് ഇക്കോളജി, അതായത് ആ പ്രദേശത്തെ ജലാശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 3 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് EIA പ്രോസസ്സിനെ പറ്റിയാണ്. ഓക്കെ, സോ EIA പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ ടോട്ടൽ ഒരു 10 സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ് എന്നോ സ്റ്റേജസ് എന്നോ സ്റ്റെപ്സ് എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു 10 പ്രോസസ്സ്, അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് EIA അസസ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഓരോ സ്റ്റെപ്സും എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. സോ ദിസ് screening means the project plan is screened for a scale of investment, location and type of development and if the project needs statutory clearance. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് പ്രോഗ്രാം, ഇപ്പോൾ ഒരു പ്രോഗ്രാം ആണെങ്കിൽ കൂടി അതിനൊരു സ്ക്രീനിങ് പ്രോസസ് ഉണ്ടല്ലോ. സോ അതേപോലെ ഈ ഒരു നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന ആ പ്രൊജക്റ്റിനെ ഒരു സ്ക്രീനിങ് ചെയ്യും. ഈ EIA കണ്ടക്ട് ചെയ്യാനെ കൊണ്ട് ഒരു അതോറിറ്റി ഉണ്ട്. സോ അവരാണ് ഈ സ്ക്രീനിങ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. സെക്കൻഡ് പ്രോസസ് ആണ് സ്കോപ്പിംഗ്. സ്കോപ്പിംഗ് മീൻസ് ദ പ്രൊജക്ട്സ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ്, സോൺ ഓഫ് ഇമ്പാക്ട്സ്, മിറ്റിഗേഷൻ പോസിബിലിറ്റീസ് ആൻഡ് നീഡ് ഫോർ മോണിറ്ററിങ്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊജക്റ്റിന്റെ സ്കോപ്പ് എന്താണെന്നാണ് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. തേർഡ് പ്രോസസ് ഈസ് collecting of baseline data. So baseline data is the environmental status of the study area. അതായത് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് സ്റ്റഡി ഏരിയ എന്ന് ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് എവിടെയാണ് വരാൻ പോകുന്നത് ആ ഏരിയ ആണ്. അവിടുത്തെ എൻവയോൺമെന്റൽ സ്റ്റാറ്റസിനെ പറ്റിയുള്ള ഡേറ്റ കളക്ഷൻ ആണ് തേർഡ് പ്രോസസ്സ്. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്രഡിക്ഷൻ. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ, temporary and permanent impacts. Okay.
സോ അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ആ പർട്ടിക്കുലർ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് അത് ഉണ്ടാകുന്ന ഇമ്പാക്ട്സിനെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻ, അത് പോസിറ്റീവ് പ്രഡിക്ഷനും ആവാം നെഗറ്റീവ് പ്രഡിക്ഷനും ആവാം, പിന്നെ ചില ചേഞ്ചസ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആവാം, ഇനി പെർമനന്റ് ആൻഡ് ടെമ്പററി ആയിട്ടുള്ള ഇമ്പാക്ട്സ്, ഇതിനെപ്പറ്റിയെല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് EIA റിപ്പോർട്ട്. ഓക്കെ, സോ ഇനി അതിന്റെ ഇമ്പാക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനുള്ള മെഷേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള രീതി കണ്ടുപിടിക്കുകയാണെന്നാണ്. അതുപോലെ പ്രോബബിൾ ആയിട്ട് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഡാമേജസും ലോസസും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതൊക്കെയാണ് ഫിഫ്ത്ത് സ്റ്റേജ് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, ഇനി സിക്സ്ത് പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്ക്രീൻ ചെയ്തു, സ്കോപ്പ് ചെയ്തു, ഡേറ്റാസ് കളക്ട് ചെയ്തു, ഇമ്പാക്ട് ഒക്കെ പ്രഡിക്റ്റ് ചെയ്തു, ഇനി ആ ഇമ്പാക്ട്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും വെച്ചിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ പബ്ലിക്കിന്റെ ഇനി നമ്മൾ ഈ കാര്യങ്ങൾ ജനങ്ങൾ, കാരണം ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, സോ അവരുടെ മുന്നിൽ വെക്കുകയാണ്. ഇനി അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഒരു അതോറിറ്റിയുടെ കാര്യം മാത്രമല്ലല്ലോ നോക്കേണ്ടത്, ആ പ്രദേശത്ത് ആ പ്രൊജക്ട് വരുന്നത് കൊണ്ട് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ആ പ്രദേശത്തുള്ള ജനങ്ങളായിരിക്കും. സോ അവരുടെ ഹിയറിംഗും കൂടി ഉണ്ടാവും, അതായത് അവരുടെ ഒപ്പീനിയൻസ്, അവർക്ക് ഇനി എതിർപ്പോ അങ്ങനെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പബ്ലിക് ഹിയറിംഗ് സ്റ്റേജ് വരുന്നത്. ഓക്കെ, ദെൻ ഡിസിഷൻ മേക്കിംഗ്. സോ പബ്ലിക് നമ്മളൊരു റിപ്പോർട്ട് EIA റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതായത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ പബ്ലിക് ഹിയറിംഗും കൂടെ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. അതാണ് സെവൻത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് ആണ്. ആൻഡ് എയ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ. ഓക്കെ, സോ അപ്പൊ നമ്മള് ഇപ്പം പബ്ലിക് ഹിയറിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഓൾറെഡി ഡിസിഷൻ മേക്ക് ചെയ്തു. ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇനി ആ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനുള്ള പ്ലാൻസും കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ദ അസസ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഡീലിനിയേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് environmental impact assessment report. Okay, so for every project, possible alternatives should be identified and environmental attributes compared. Alternatives should cover both project location and project technologies. Once alternatives have been reviewed, a mitigation plan should be drawn up for the selected option and is implemented with an environmental management plan to guide the proponent towards environmental improvements. അതായത് ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് അവിടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ അനാലിസിസും അതിനുള്ള മെത്തേഡ്സും എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നും ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ninth stage വരുന്നത്. And the last stage is risk assessment. Okay, so this is a inventory analysis and hazard probability. അതായത് ആ റിസ്ക് അസസ്മെന്റ്, അതിൽ ഈ ഒരു പ്രൊജക്റ്റ് അവിടെ വരുന്നത് മൂലം എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് അസസ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ 10 സ്റ്റെപ്പുകളാണ് ഒരു ജനറൽ ആയിട്ടുള്ള EIA പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി EIA പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഓക്കെ, EIA പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഓരോരോ സ്റ്റേജസും. ആക്ച്വലി ഈ EIA പ്രോസസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു സൈക്ലിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. ഇതിന്റെ ഓരോ സ്റ്റേജസും നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഫ്ലോ രീതിയിൽ അതിന്റെ ഒരു ഫ്ലോ പോകുന്നത്, ഒരു EIA അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ എൻവയോൺമെന്റൽ സ്ക്രീനിങ് ഫ്രം ദ സബ്മിറ്റഡ് ബൈ ആപ്ലിക്കന്റ്. അതായത് നമ്മൾ EIA പ്രോസസ്സിന് വേണ്ടിയിട്ട് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിപ്പം ആ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നില്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു
പുതിയ പ്രൊജക്റ്റ്, ഒരു പുതിയ ഫാക്ടറിയോ കാര്യങ്ങളോ ഒക്കെ വരാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെയുള്ള ആ നാട്ടിലുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു EIA വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആദ്യം കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ആപ്ലിക്കന്റ് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷന്റെ സ്ക്രീനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, സോ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് റിവ്യൂ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് സ്ക്രീനിങ് ഫോം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഇനി ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ആപ്ലിക്കേഷന്റെ സ്ക്രീനിങ്ങും ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുന്നത്, അതിന്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരാളെ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വെച്ച് ഉടനെ അങ്ങ് EIA കണ്ടക്ട് ചെയ്യത്തില്ല. അതിൽ EIA ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. EIA അങ്ങനെയുള്ള ചില പ്രോസസ്സുകളുണ്ട്. സോ അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിന് EIA ആവശ്യമുണ്ടോ. ഇനി ഇത് ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ ഇത് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് EIA ആവശ്യം ഇല്ലാത്ത കേസ്, നെക്സ്റ്റ് ഒരു ലിമിറ്റഡ് EIA ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ EIA കമ്പൽസറി ആയിട്ടും വേണം, അർജന്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 സ്റ്റേജസ്. EIAയുടെ ലെവൽ ഓഫ് അസസ്മെന്റ് 3 സ്റ്റേജസ് ആണ്. ഒരു സീറോ റിക്വയർമെന്റ്, മീഡിയം റിക്വയർമെന്റ്, ഹൈ റിക്വയർമെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മള് EIA പ്രത്യേകിച്ച് EIAയുടെ ആവശ്യമൊന്നുമില്ല എന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഡെവലപ്മെന്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതായത് അത് ആ പ്രൊജക്റ്റ് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പോകും. EIAയുടെ ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി EIAയുടെ ആവശ്യമുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ചെറിയ രീതിയിലുള്ള ഒരു EIA അസസ്മെന്റ് നടത്തുന്നത് നല്ലതാണെന്ന് ആ ബോർഡിന്, ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ EIA അസസ്മെന്റിന് വേണ്ടിയിട്ട് അതിനെ പിന്നെ അവർ നേരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട് അനാലിസിസ്, മിറ്റിഗേഷൻ ആൻഡ് ഇമ്പാക്ട് മാനേജ്മെന്റ്. ഈ ഒരു പ്രൊജക്റ്റ് അവിടെ കൊണ്ടുവന്നാലുള്ള ഇമ്പാക്റ്റിനെ പറ്റി, ആ ഇമ്പാക്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി ഉള്ള സ്റ്റഡി നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, അവര് EIA റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞില്ലേ, സോ ഒരു പബ്ലിക് മീറ്റിംഗ് കൂടും. പബ്ലിക് മീറ്റിംഗ് കൂടി ഡിസിഷൻസ് തീരുമാനം എടുക്കും. അങ്ങനെ ഫൈനൽ EIA ഓർ അഡ്ജസ്റ്റ്. ഓക്കെ, സോ EIAയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ദെൻ ഡിസിഷൻ മേക്കിംഗ് ആകുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റ് അവിടെ വേണോ വേണ്ടായോ എന്നുള്ള ഡിസിഷനാണ്. ഇനി പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് വിത്ത് കണ്ടീഷൻസ്, സർട്ടിഫിക്കറ്റ് ഓഫ് എൻവയോൺമെന്റ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നു. പോസിറ്റീവ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എൻവയോൺമെന്റ് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന്റെ ആൾക്കാരോട് അതിന്റെ ഡിസൈനും പ്ലാൻസും സബ്മിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് പ്ലാൻ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാൻ അപ്രൂവ് ചെയ്യും, ദെൻ ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഇൻഫർമേഷൻസ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് EIAയുടെ ഒരു ബാക്കപ്പിൽ, ഒരു സ്റ്റോറേജിൽ അവർ കീപ്പ് ചെയ്യും. ഈ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം ആ ഒരു EIAയുടെ സെഷനിൽ അവർ കീപ്പ് ചെയ്യുകയും ചെയ്യും, പോസിറ്റീവ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി എല്ലാം EIAയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഡിസിഷൻ മേക്ക് ചെയ്താണ്. അപ്പൊ ഇനി അപ്രൂവ് ചെയ്യാത്ത പ്രൊജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആ അപ്രൂവ്, അതിന്റെ പ്ലാനും കാര്യങ്ങളൊന്നും ശരിയായില്ല, അല്ലെങ്കിൽ EIA അത് വേണ്ട, ആ ഒരു പ്രൊജക്റ്റ് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അവർ റീഡിസൈനിന് വേണ്ടി പറയും. ദെൻ നമ്മൾ അതിന് എന്ത് ചെയ്യണം, റീസബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് ലിമിറ്റഡ് EIAയുടെ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് EIA ലെവലാണ്. ഇനി EIA എന്ന് പറയുന്നത് ഹൈലി റെക്കമെൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നടക്കുന്നത് സ്കോപ്പിംഗ് ആൻഡ് TOR പ്രിപ്പറേഷൻ. ഓക്കെ, സോ TOR മീൻസ് ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയും. ഓക്കെ, സോ ആദ്യം നമ്മൾ അതിന്റെ സ്കോപ്പും ടേംസ് ഓഫ് റെഫറൻസും പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഒരു പബ്ലിക് നോട്ടീസ് കൊടുത്ത് ഒരു പബ്ലിക് മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ മീറ്റിംഗിൽ ഇതിന്റെ സ്കോപ്പും, ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്ടിന്റെ സ്കോപ്പും ടേംസ് ഓഫ് റെഫറൻസും അപ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഈ പബ്ലിക് മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് നേരത്തെ അത് അഡ്വർടൈസ് ചെയ്യും. എന്നിട്ടൊരു പബ്ലിക് ഹിയറിംഗും ഉണ്ടാവും. എന്നിട്ടാണ് ഒരു പബ്ലിക് ഇൻവോൾവ്മെന്റ് കൂടിയിട്ട് ഈ ഒരു സ്കോപ്പും കാര്യങ്ങളും ഒക്കെ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, ഇമ്പാക്ട് അനലൈസ് ചെയ്യും. പക്ഷെ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള EIA അസസ്മെന്റ് വേണ്ടാത്ത കേസിൽ ലാസ്റ്റിലുള്ള ഒരു പബ്ലിക് ഹിയറിംഗ് മാത്രമേ ഉള്ളൂ, ഇന്റർമീഡിയറ്റ് ഉള്ള പബ്ലിക് ഹിയറിംഗ് ഇല്ല. ദെൻ ഇമ്പാക്ട് അനലൈസ് ചെയ്യും, EIA റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്.
ഇനി ഈ EIA-ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുത്തതിന് മെയിൻലി 3 കാര്യം ഞാൻ പറഞ്ഞു. EIA വേണ്ടാത്ത പ്രൊജക്ട്, EIA ഇമ്പാക്ട് അസസ്മെന്റ് ഇല്ലാതെ നമുക്കിത് മനസ്സിലാവും ഇത് എൻവയോൺമെന്റിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്തതാണെങ്കിൽ എന്നതാണ് ഈ ഗ്രീൻ കളറിൽ, അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ള രീതിയിൽ. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള EIA അസസ്മെന്റ് വേണം എന്നുള്ളതാണ് ഈ യെല്ലോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഹൈലി EIA സ്റ്റഡി നടത്തിയിട്ട് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഈ ഒരു ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്നത്. ഇനി ഈ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരുപാട് സ്റ്റഡിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചില പ്രൊജക്ട്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇപ്പൊ പാടങ്ങളൊക്കെ നികത്തിയിട്ട് ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അപ്പോഴേ അറിയാം അവിടെയുള്ള ഹാബിറ്റാറ്റ് നാശമാണ്. സോ അവിടെ EIA വേണ്ട, നമുക്ക് ഡയറക്റ്റ്ലി തന്നെ പറയാം പ്രൊജക്ട് ഈസ് നോട്ട് ഫീസിബിൾ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു EIA ജനറലൈസ്ഡ് ആയിട്ടുള്ള EIA-യുടെ പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകളും അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സുകളാണ് ഒരു EIA അനാലിസിസ് അല്ലെങ്കിൽ അസസ്മെന്റിൽ നടക്കുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഹു ആർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ EIA പ്രോസസ്. നമുക്ക് ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഹു പ്രപ്പോസസ് ദ പ്രൊജക്ട്. ഓക്കെ, സോ ആ പർട്ടിക്കുലർ പ്രൊജക്ട് ആര് പ്രപ്പോസ് ചെയ്യുന്നത് വെച്ചാൽ അവര്. ദെൻ ദ എൻവയോൺമെന്റൽ കൺസൾട്ടന്റ് ഹു പ്രിപ്പയർ EIA ഓൺ ബിഹാഫ് ഓഫ് എ പ്രോജക്ട് പ്രൊപ്പോണന്റ്. അതായത് EIA പ്രിപ്പയർ ചെയ്യുന്ന ആള്. ദെൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. ദെൻ പബ്ലിക് ഹാസ്, പിന്നെ നമ്മുടെ ജനറൽ പബ്ലിക് ഉണ്ട്. പിന്നെ ഇമ്പാക്ട് അസസ്മെന്റ് ഒരു ഏജൻസി ഉണ്ട്. ദെൻ റീജിയണൽ സെന്റർ ഫോർ MOE FCC. ഓക്കെ, സോ ഇത്രയും ആണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് EIA പ്രോസസ്. ഇനി നമ്മുടെ സ്റ്റെപ്സ് ഇൻ EIA റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആണ്. സോ ഇതൊക്കെ EIA പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? EIA റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആണ്. ഇനി അതിനകത്ത് വരുന്ന മെയിൻലി 5 പോയിന്റ്സ് ആണ്. ഒന്ന് കളക്ഷൻ, EIA റിപ്പോർട്ട് പ്രിപ്പറേഷന് വേണ്ടുന്ന കാര്യങ്ങൾ. Collection of baseline data from preliminary and second sources. The prediction of impact based on past experience and mathematical modeling. Evaluation of impacts versus evaluation of net cost benefit. Preparation of environmental management plans to reduce the impacts to the minimum. Quantitative estimation of financial cost of monitoring plan and mitigation measures. So ഇത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ്. ഓക്കെ, സോ ഇനി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് EIA? So EIA links environment with development for environmentally safe and sustainable development. EIA provides a cost-effective methods to eliminate or minimize the adverse impact of developmental projects. EIA enables decision makers to analyze the effect of developmental activities on the environment well before the developmental project is implemented. Okay, so EIA encourages the adaptation of mitigation strategies in the developmental plan, and EIA makes sure that the developmental plan is environmentally sound within the limits of the capacity of assimilation and regeneration of the ecosystem. So these are the benefits of EIA. So now you are having one assignment. It is for conducting എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി. സോ നമുക്ക് 3 കേസ് സ്റ്റഡി ചെയ്യണം. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് ആതിരപ്പള്ളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനെ പറ്റി, ദെൻ കൂടാംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ആൻഡ് ആറന്മുള എയർപോർട്ട്. ഓക്കെ, സോ യു ഹാവ് ടു കണ്ടക്ട് എൻവയോൺമെന്റൽ അസസ് സ്റ്റഡി ഓഫ് ദീസ് 3. താങ്ക് യു.